ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് തീ പിടിക്കുന്ന സംഭവങ്ങൾ അതിപ്പോൾ മാസത്തിൽ ഒന്ന് വീതമെങ്കിലും വാർത്താമുറിയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പേർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് കേൾക്കാം. നമ്മളുടെ സ്വന്തം വാഹനമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് വാഹനമായിക്കോട്ടെ, കൃത്യമായിട്ട് പീരിയോഡിക് സർവീസ്, അതായത് വാഹനത്തിന്റെ ഓയിൽ, അതുപോലെ ബാറ്ററി, മറ്റ് കേബിളുകൾ എല്ലാം തന്നെ കൃത്യമായി ടൈമുകളിൽ തന്നെ അത് മെയിൻ്റെനൻസ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ഇപ്പോൾ കുറേ ദിവസങ്ങളൊക്കെ ചിലപ്പോൾ കാറുകൾ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ നിർത്തിയിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ എസിൻ്റെ ഉള്ളിൽ അതുപോലെ മറ്റ് വാഹനങ്ങളുള്ളിൽ ക്യാബിനിലെല്ലാം തന്നെ എലികൾ കയറിയിട്ട് കേബിളുകളിൽ കടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഓയിൽ ലീക്കും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്റ്റാർട്ടിങ് തമ്മിൽ എല്ലാവരും തന്നെ ഗ്ലാസുകൾ, വിൻഡോസ് എല്ലാം തുറന്ന് ഇട്ടിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. പെട്രോള്, ഡീസൽ ഇങ്ങനെ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന സാധനങ്ങൾ ഒരു കാരണവശാലും വാഹനത്തിൽ സൂക്ഷിക്കാനോ കൊണ്ടുപോകാനോ പാടില്ല. മിക്ക ആൾക്കാർ ഇപ്പോൾ LPG അടക്കം കൊണ്ടുപോകുന്നുണ്ട്. എവിടെന്നെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിയാൽ മതി, വലിയൊരു അപകടം ഉണ്ടാവും. ഇലക്ട്രിക് ഷോർട്ടേജ് ആണെങ്കിൽ ആദ്യം പുകയാണ് വരാൻ സാധ്യത. അത് കണ്ടാൽ തന്നെ വാഹനം സൈഡാക്കി നമ്മൾ സുരക്ഷിതമാകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക. വാഹനത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ എക്സ്റ്റിംഗ്വിഷറുകൾ പോലെയുള്ള നമ്മൾ അഗ്നിശമന മാധ്യമങ്ങൾ സൂക്ഷിക്കണം. ഫയർ ബോളുകൾ, ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് അതിനകത്തുള്ള ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും വാറണ്ടി ഇല്ലാത്ത, അതായത് വയർ കട്ടിംഗ് പോലുള്ള സാധനങ്ങൾ ഫിറ്റ് ചെയ്യാതിരിക്കുക. മെയിൻ കമ്പനി തന്നെ തരുന്ന ഗ്യാരണ്ടി പോലുള്ള സാധനങ്ങൾ മാത്രം ഫിറ്റ് ചെയ്ത് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. അതായത് നമ്മുടെ വീട്ടിലൊരാളെ പോലെ നമ്മൾ നമ്മുടെ വാഹനത്തെയും സൂക്ഷിക്കണം. അങ്ങനെ വേണം കൊണ്ടു നടക്കാൻ.